സുഹൃത്തുക്കളെ, മാജിക് 5 ഡെയിലി PSC ക്ലാസ്സിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച തൂലികാനാമങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ, കാക്കനാടൻ. ജോർജ് വർഗീസ്, സിനിക്ക്. എം വാസുദേവൻ നായർ, അഭയദേവ്. അയ്യപ്പൻ പിള്ള, അരുണൻ. SK പൊറ്റക്കാട്, ആചാര്യൻ. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, ആർ സുരേന്ദ്രൻ, ഇടമറുക്. TC ജോസഫ്, EM കോവൂർ. K മാത്യു അയ്യപ്പ്, MB അയ്യപ്പൻ. മേടയിൽ പൊന്നപ്പൻ, MN പാലൂർ. മാധവൻ നമ്പൂതിരി, കൽക്കി. R കൃഷ്ണമൂർത്തി, സുരാസു. ബാലഗോപാലൻ, കുഞ്ഞുണ്ണി. അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ, ചന്ദ്രമതി. ഡോക്ടർ B ചന്ദ്രിക, മുല്ലനേഴി. നീലകണ്ഠൻ നമ്പൂതിരി അല്ലെങ്കിൽ MN നീലകണ്ഠൻ, വിലാസിനി. MK മേനോൻ, പവനൻ. PV നാരായണൻ നായർ, ഉറവങ്കര. നീലകണ്ഠൻ നമ്പൂതിരി, കുറ്റിപ്പുറം. കേശവൻ നായർ, PC. ബാലകൃഷ്ണ പണിക്കർ, നാലപ്പാട്ട്. നാരായണ മേനോൻ, P. കുഞ്ഞിരാമൻ നായർ, അക്കിത്തം. അച്യുതൻ നമ്പൂതിരി, ഒളപ്പമണ്ണ. സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കോവിലൻ. VV അയ്യപ്പൻ, ഉറൂബ്. PC കുട്ടികൃഷ്ണൻ, നന്ദന. PC ഗോപാലൻ, മാധവിക്കുട്ടി. കമല സുരയ്യ അല്ലെങ്കിൽ കമലാദാസ്, AT കോവൂർ. എബ്രഹാം തോമസ്, ഇടശ്ശേരി. ഗോവിന്ദൻ നായർ, ചെറുകാട്. ഗോവിന്ദ പിഷാരടി, തകഴി. S ശിവശങ്കരപിള്ള, സഞ്ജയൻ. M രാവുണ്ണി നായർ, കോഴിക്കോടൻ. M അപ്പുക്കുട്ടൻ നായർ, സുമംഗല. ലീല നമ്പൂതിരിപ്പാട്, പമ്മൻ. R പരമേശ്വരൻ നായർ, പാറപ്പുറത്ത്. KE മത്തായി, തിക്കൊടിയൻ. കുഞ്ഞനന്ദൻ നായർ, കേസരി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, പ്രേംജി. MP പട്ടതിരിപ്പാട്, ഇടപ്പള്ളി. രാഘവൻ പിള്ള, വയലാർ. രാമവർമ്മ, NN കക്കാട്. നാരായണൻ നമ്പൂതിരി, കടമ്പനിട്ട. രാമകൃഷ്ണൻ, തുളസീവനം. R രാമചന്ദ്രൻ, ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ, അയ്യനേത്ത്. പത്രോസ്, ഏകലവ്യൻ. KM മാത്യൂസ്, ആനന്ദ്. സച്ചിദാനന്ദൻ, മാലി. മാധവൻ നായർ, തോപ്പിൽ ഭാസി. ഭാസ്കരപിള്ള, ഓംചേരി. N നാരായണപിള്ള, മലബാറി. അബൂബക്കർ, സൈക്കോ. E അഹമ്മദ്. അപ്പോൾ നമുക്ക് ഒരു പുതിയ അഞ്ചനം കൂടെ പഠിക്കാം. കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിള, കാനം. EJ ഫിലിപ്പ്. മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KS കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ. കൃഷ്ണപിള്ള. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോപിനാഥൻ നായർ. റിപ്പീറ്റ് ചെയ്യാം. കട്ടക്കയം, ചെറിയാൻ മാപ്പിള, കാനം. EJ ഫിലിപ്പ്. മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KS കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ. കൃഷ്ണപിള്ള. വൈശാഖൻ, ഗോപിനാഥൻ നായർ. റിപ്പീറ്റ് ചെയ്യുന്നു. കട്ടക്കയം, ചെറിയാൻ മാപ്പിള, കാനം. EJ ഫിലിപ്പ്. മീശാൻ, KS കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ. കൃഷ്ണപിള്ള. വൈശാഖൻ, ഗോപിനാഥൻ നായർ. റിപ്പീറ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ പറയുക. കട്ടക്കയം, ചെറിയാൻ മാപ്പിള, കാനം. EJ ഫിലിപ്പ്. മീശാൻ, KS കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ. കൃഷ്ണപിള്ള. വൈശാഖൻ, ഗോപിനാഥൻ നായർ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാൻ നോക്കാം. കട്ടക്കയം, ചെറിയാൻ മാപ്പിള, കാനം. EJ ഫിലിപ്പ്. മീശാൻ, KS കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ. കൃഷ്ണപിള്ള. വൈശാഖൻ, ഗോപിനാഥൻ നായർ. അടുത്ത നമ്മൾ പഠിച്ചിരുന്നത് ജീവശാസ്ത്ര പഠനങ്ങളാണ്. അവയൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. ബോട്ടണി, ജന്തുക്കൾ. സുവോളജി, സൂക്ഷ്മജീവികൾ. മൈക്രോബയോളജി, ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം. മൈക്കോളജി, വൈറസുകൾ. വൈറോളജി, ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനം. ബാക്ടീരിയോളജി, ആൽഗകൾ. ഫൈക്കോളജി, പന്നലുകളെക്കുറിച്ചുള്ള പഠനം. ടെറിഡോളജി, പായൽ. ബ്രയോളജി, ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം. ഹെർപ്പറ്റോളജി, പാമ്പുകളെക്കുറിച്ചുള്ള പഠനം. ഓഫിയോളജി അല്ലെങ്കിൽ സെർപ്പൻറ്റോളജി, മത്സ്യങ്ങൾ. ഇക്തിയോളജി, പക്ഷികളെക്കുറിച്ചുള്ള പഠനം. ഓർണിത്തോളജി, പക്ഷിക്കൂടുകൾ. കാലിയോളജി അല്ലെങ്കിൽ നിഡോളജി, ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം.
എൻഡമോളജി തിമിംഗലങ്ങളെക്കുറിച്ചുള്ള പഠനം. സീറ്റോളജി സസ്തനികൾ. മാമോളജി മുട്ടകളെക്കുറിച്ചുള്ള പഠനം. ഊളജി അല്ലെങ്കിൽ ഓവലോളജി നായ്ക്കൾ. സൈനോളജി കുതിരകളെക്കുറിച്ചുള്ള പഠനം. ഹിപ്പോളജി ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം. മിർമക്കോളജി ചിലന്തികൾ. അരാക്നോളജി പല്ലികളെക്കുറിച്ചുള്ള പഠനം. സൗറോളജി ശുദ്ധജലം. ലിംനോളജി ജീവികളും അവയുടെ ചുറ്റുപാടുകളും സംബന്ധിച്ചുള്ള പഠനം. ഇക്കോളജി ജന്തുക്കളുടെ പെരുമാറ്റം സംബന്ധിച്ച പഠനം. എത്തോളജി വംശപാരമ്പര്യവും വ്യതിയാനവും സംബന്ധിച്ച പഠനം. ജനറ്റിക്സ് ശരീരഘടന, രൂപം എന്നിവ സംബന്ധിച്ച പഠനം. മോർഫോളജി നരവംശാസ്ത്രം. ആന്ത്രപ്പോളജി ജലസംബന്ധ രോഗം. ഹൈഡ്രോപ്പതി ജീവികളുടെ പുറന്തോട് സംബന്ധിച്ച പഠനം. കോങ്കോളജി ഭൂമിയുടെ പുറത്തെ ജീവനെ സംബന്ധിച്ച പഠനം. എക്സോബയോളജി സസ്യവർഗ ഘടന സംബന്ധിച്ച പഠനം. സൈനക്കോളജി മണ്ണ്, കൃഷിരീതി. അഗ്രോളജി പുല്ലുകൾ. അഗ്രസ്റ്റോളജി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. ഡെൻഡ്രോളജി വിത്തുകൾ. സ്പേമോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനം. പെഡോളജി പൂക്കളെക്കുറിച്ചുള്ള പഠനം. ആന്തോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം. പോമോളജി ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം. അഗ്രോണമി ഹൃദയം. കാർഡിയോളജി കരൾ. ഹെപ്പറ്റോളജി തലച്ചോറ്. ഫ്രീനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം. ക്രേനിയോളജി വൃക്ക. നെഫ്രോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനം. ഒഫ്താൽമോളജി ചെവി. ഓട്ടോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം. റൈനോളജി ത്വക്ക് രോഗങ്ങൾ. ഡെർമറ്റോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. ഓസ്റ്റിയോളജി കോശങ്ങൾ. സൈറ്റോളജി നാഡീകോശങ്ങളെ സംബന്ധിച്ച പഠനം. ന്യൂറോളജി കലകളെക്കുറിച്ചുള്ള പഠനം. ഹിസ്റ്റോളജി രോഗങ്ങളെ പറ്റിയുള്ള പഠനം. പതോളജി അപ്പോൾ നമുക്ക് പുതിയ ഒരു 5 കൂടി ഒന്ന് പഠിക്കാം. പകർച്ചവ്യാധികൾ സംബന്ധിച്ച പഠനം. എപ്പിഡെമിയോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനം. ഹീമറ്റോളജി പേശികളെക്കുറിച്ചുള്ള പഠനം. മയോളജി പല്ലുകൾ. ഓഡൻറ്റോളജി മുടിയെക്കുറിച്ചുള്ള പഠനം. ട്രൈക്കോളജി റിപ്പീറ്റ് ചെയ്യുന്നു. പകർച്ചവ്യാധികൾ, എപ്പിഡെമിയോളജി, രക്തം, ഹീമറ്റോളജി, പേശികൾ, മയോളജി, പല്ലുകളെക്കുറിച്ചുള്ള പഠനം, ഓഡൻറ്റോളജി, മുടി, ട്രൈക്കോളജി. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. പകർച്ചവ്യാധികൾ, എപ്പിഡെമിയോളജി, രക്തം, ഹീമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം, മയോളജി, പല്ലുകൾ, ഓഡൻറ്റോളജി, മുടിയെക്കുറിച്ചുള്ള പഠനം, ട്രൈക്കോളജി. റിപ്പീറ്റ് ചെയ്യുന്നു. പകർച്ചവ്യാധികൾ, എപ്പിഡെമിയോളജി, രക്തം, ഹീമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം, മയോളജി, പല്ലുകളെക്കുറിച്ചുള്ള പഠനം, ഓഡൻറ്റോളജി, മുടി, ട്രൈക്കോളജി. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. പകർച്ചവ്യാധികൾ, എപ്പിഡെമിയോളജി, രക്തം, ഹീമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം, മയോളജി, പല്ലുകൾ, ഓഡൻറ്റോളജി, മുടിയെക്കുറിച്ചുള്ള പഠനം, ട്രൈക്കോളജി. അപ്പോൾ നമുക്ക് ഇത്രയും കാണാൻ നോക്കാം. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പഠനം, എപ്പിഡെമിയോളജി, രക്തത്തെക്കുറിച്ചുള്ള പഠനം, ഹീമറ്റോളജി, പേശികൾ, മയോളജി, പല്ലുകളെക്കുറിച്ചുള്ള പഠനം, ഓഡൻറ്റോളജി, മുടിയെക്കുറിച്ചുള്ള പഠനം, ട്രൈക്കോളജി. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കുന്നത് കണ്ടുപിടുത്തങ്ങളും അവ കണ്ടുപിടിച്ചവരുമാണ്. അത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ. ന്യൂട്രോൺ ബോംബ് സാമുവൽ കോഹൻ. മോട്ടോർ സൈക്കിൾ ഡൈംലർ. സൈക്കിൾ കണ്ടുപിടിച്ചത് മാക്മില്ലൻ. സൈക്കിൾ ടയർ ജോൺ ഡൺലപ്പ്. ക്യാമറ കണ്ടുപിടിച്ചത് വാൾക്കർ ഈസ്റ്റ്മാൻ. ബോൾ പോയിൻ്റ് പെൻ ജോൺ ലൗഡ്. ഫൗണ്ടൻ പെൻ കണ്ടുപിടിച്ചത് വാട്ടർമാൻ. പെട്രോൾ കാർ കാൾ ബെൻസ്. സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഹൗൺസ്ഫീൽഡ്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ. ജെറ്റ് എഞ്ചിൻ ഫ്രാങ്ക് വിറ്റിൽ. ലിഫ്റ്റ് എലിഷ ഓട്ടീസ്. ലോഗരിതം ജോൺ നേപ്പിയർ. മെഷീൻ ഗൺ കണ്ടുപിടിച്ചത് റിച്ചാർഡ് ഗാറ്റ്ലിൻ. പിസ്റ്റൾ സാമുവൽ കോൾട്ട്. സിനിമ പ്രൊജക്ടർ തോമസ് ആൽവ എഡിസൺ. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ചെസ്റ്റർ കാൾസ്റ്റൺ. അച്ചടി കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ്. കാർബൺ ഡേറ്റിംഗ് വില്യാർഡ് ലിബി. സേഫ്റ്റി പിൻ വാൾട്ടർ ഹണ്ട്. സേഫ്റ്റി ലാമ്പ് ഹംഫ്രി ഡേവി. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. റെയിൽവേ എഞ്ചിൻ ജോർജ് സ്റ്റീഫൻസൺ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാരി ബ്രയർലി. എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൺ. ബാറ്ററി അലക്സാണ്ടർ വോൾട്ട.
എയർ കണ്ടീഷൻ കണ്ടുപിടിച്ചത് കാരിയർ. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാരിസൺ. ആൽഫ ബീറ്റ കണങ്ങൾ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഗാമ കണങ്ങൾ കണ്ടുപിടിച്ചത് പോൾ യു വില്യാഡ്. ടെലിസ്കോപ്പ് ഹാൻസ് ലിപ്പർഷെ. മൈക്രോസ്കോപ്പ് സക്കറിയാസ് ജാൻസൺ. കലൈഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഡേവിഡ് ബ്ലൂസ്റ്റൺ. റിഫ്ലക്സീവ് ടെലിസ്കോപ്പ് ഐസക് ന്യൂട്ടൺ. ഡൈനാമിറ്റ് ആൽഫ്രഡ് നോബൽ. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. ലേസർ തിയോഡോർ മെയ്മാൻ. കണ്ണട കണ്ടുപിടിച്ചത് സാൽവിനോ ഡി അൽമേര. ടെലിഫോൺ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലിഗ്രാഫ് കണ്ടുപിടിച്ചത് സാമുവൽ മോഴ്സ്. ഗ്രാമഫോൺ തോമസ് ആൽവ എഡിസൺ. ടെലിവിഷൻ ജോൺ എൽ ബേഡ്. മൈക്രോഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാം ബെൽ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഫാക്സ് അലക്സാണ്ടർ ബ്രെയിൻ. വയർലെസ് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ജോൺ വാക്കർ. അമോണിയ ഫ്രിറ്റ്സ് ഹേബർ. DDT കണ്ടുപിടിച്ചത് പോൾ മുള്ളർ. സിമൻറ്റ് ജോസഫ് ആസ്പിഡിൻ. കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. ബെൻസീൻ വാതകം മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ് പൗഡർ ചാൾസ് ടെനൻറ്റ്. വൈദ്യുത വിശ്ലേഷണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ആറ്റം ജോൺ ഡാൾട്ടൺ. അപ്പോൾ നമുക്ക് പുതിയൊരു 5 കൂടെ പഠിക്കാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ എന്ന കണം കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. റിപ്പീറ്റ് ചെയ്യാം. ഇലക്ട്രോൺ JJ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കാൾ ആൻഡേഴ്സൺ. റിപ്പീറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ JJ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്നത് ശാസ്ത്രീയ നാമങ്ങളാണ്. അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ മാവ്. മാഞ്ചിഫറ ഇൻഡിക്ക കണിക്കൊന്ന. കാസിയ ഫിസ്റ്റുല നെല്ല്. ഒറൈസ സറ്റൈവ മരച്ചീനി. മാനിഹോഡ് യൂട്ടിലിസിമ കമുക്. അരേക്ക കാറ്റച്ചു റബ്ബർ. ഹെവിയ ബ്രസീലിയൻസിസ് നെല്ലി. എംബ്ലിക്ക ഒഫിഷിനേൽ ഇഞ്ചി. ജിഞ്ചിബർ ഒഫിഷിനേൽ സർപ്പഗഞ്ചി. സെർപെൻറ്റീന കോർഡിഫോളിയ കീഴർ നെല്ലി. ഫിലാൻഡസ് നീരൂരി. ഏലം ഏലറ്റേറിയ കാർഡമോമം ചുവന്നുള്ളി. അലിയം സെപ്പ കസ്തൂരി മഞ്ഞൾ. കുർക്കുമ ആരോമാറ്റിക്ക കറ്റാർ വാഴ. അലോവേര അത്തി. ഫൈക്കസ് ഗ്ലോവറേറ്റ ഇത്തി. ഫൈക്കസ് ഗിബ്ബോസ ആവണക്ക്. റിസിനസ് കമ്മ്യൂണിസ് മുന്തിരി. വിറ്റീസ് വിനിഫറ ഗോതമ്പ്. ട്രൈറ്റിക്കം എസ്റ്റേവം പരുത്തി. ഗോസിപ്പിയം ഹിർത്തൂസം ചേമ്പ്. കൊളക്കേഷ്യ എസ്കുലൻഡ കാച്ചിൽ. ഡയാസ്കോറിയ അലാറ്റ ചക്ക അഥവാ പ്ലാവ്. ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് ചേന. അമോർഫോഫാലസ് കമ്പാനുലേറ്റസ് വഴുതന. സൊളാനം മെലോഞ്ചിന ഉരുളക്കിഴങ്ങ്. സൊളാനം ട്യൂബർസം തക്കാളി. സൊളാനം ലൈക്കോപെർസിക്കം പയർ. വിഗ്ന അൻഗ്വിക്കുലേറ്റ ക്യാബേജ്. ബ്രാസിക്ക ഒളിറേസിയ ആടലോടകം. ആടത്തോട വസീക്കനീസ് അശോകം. സറാക്ക ഇൻഡിക്ക വേപ്പ്. അസഡറാക്റ്റ ഇൻഡിക്ക പേരാൽ. ഫൈക്കസ് ബംഗാളൻസിസ് അരയാൽ. ഫൈക്കസ് റിലീജിയോസ ചെമ്പരത്തി. ഹിബിസ്കസ് റോസസൈനൻസിസ് മുത്തങ്ങ. സൈപ്രസ് റോട്ടണ്ടസ് താമര. നിലമ്പം സ്പീഷ്യോസം
മരവാഴ, വാൻഡാസ് പാത്തുലേറ്റ, നീലക്കുറിഞ്ഞി, സ്ട്രോബിലാന്തസ് കുന്തിയാന, തേയില, കമലിയ സിനൻസിസ്, തുമ്പ, ലൂക്കാസ് ആസ്പറ, തൊട്ടാവാടി, മൈമോസ പൂഡിക്ക, തുളസി, ഒസിമം സാങ്ക്ടം, 4 മണിപ്പൂവ്, മിറാബിലസ് ജലപ്പ, കുരുമുളക്, പെപ്പർ നൈഗ്രം, കശുമാവ്, അനാർക്കാഡിയം ഓസിഡൻ്റൽ, കരിമ്പ്, സക്കാരം ഒഫിസിനാരം, ആപ്പിൾ, മാലസ് ഡൊമസ്റ്റിക്ക, നാരങ്ങ, സിട്രസ് ലിമൺ. സിംഹത്തിൻ്റെ ശാസ്ത്രീയനാമം പാന്ത്ര ലിയോ, കടുവ, പാന്ത്ര ടൈഗ്രിസ്, പട്ടി, കാനിസ് ഫെമിലിയാരിസ്, പൂച്ച, ഫെലിസ് ഡൊമസ്റ്റിക്ക, ആന, എലിഫസ് മാക്സിമസ്. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ 5 കൂടെ പഠിക്കാം. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്, ഒട്ടകപ്പക്ഷി സ്റ്റുതിയോ കാമിലസ്, തവളയുടെ ശാസ്ത്രീയ നാമം റാണ ഹെക്സാഡാക്ടൈല, ഈച്ച മസ്ക ഡൊമസ്റ്റിക്ക, തേനീച്ചയുടെ ശാസ്ത്രീയ നാമം എപ്പിസ് ഇൻഡിക്ക. റിപ്പീറ്റ് ചെയ്യുന്നു: മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്, ഒട്ടകപ്പക്ഷി സ്റ്റുതിയോ കാമിലസ്, തവള റാണ ഹെക്സാഡാക്ടൈല, ഈച്ച മസ്ക ഡൊമസ്റ്റിക്ക, തേനീച്ച എപ്പിസ് ഇൻഡിക്ക. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക: മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്, ഒട്ടകപ്പക്ഷി സ്റ്റുതിയോ കാമിലസ്, തവള റാണ ഹെക്സാഡാക്ടൈല, ഈച്ച മസ്ക ഡൊമസ്റ്റിക്ക, തേനീച്ച എപ്പിസ് ഇൻഡിക്ക. റിപ്പീറ്റ് ചെയ്യുന്നു: മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്, ഒട്ടകപ്പക്ഷി സ്റ്റുതിയോ കാമിലസ്, തവള റാണ ഹെക്സാഡാക്ടൈല, ഈച്ച മസ്ക ഡൊമസ്റ്റിക്ക, തേനീച്ച എപ്പിസ് ഇൻഡിക്ക. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് കാണാതെ പറഞ്ഞു നോക്കാം. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്, ഒട്ടകപ്പക്ഷി സ്റ്റുതിയോ കാമിലസ്, തവള റാണ ഹെക്സാഡാക്ടൈല, ഈച്ച മസ്ക ഡൊമസ്റ്റിക്ക, തേനീച്ച എപ്പിസ് ഇൻഡിക്ക. അടുത്തതായി നമ്മൾ പഠിച്ചിരുന്നത് രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ്. അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ, അർമേനിയ യെരേവൻ, അൽബേനിയ ടിറാന, ഓസ്ട്രേലിയ കാൻബറ, അസർബൈജാൻ ബാക്കു, അങ്കോള ലുവാണ്ട, അമേരിക്ക വാഷിംഗ്ടൺ DC, അൻഡോറ ലാവെല, അയർലൻഡ് ഡബ്ലിൻ, അർജന്റീന ബ്യൂണസ് അയേഴ്സ്, അൾജീരിയ അൽജിയേഴ്സ്, ബ്രസീൽ ബ്രസീലിയ, ബ്രൂണൈ ബന്ദർസരി ബെഗവൻ, ബോട്സ്വാന ഗാബറോൺ, ബെൽജിയം ബ്രസൽസ്, ബൊളീവിയയുടെ തലസ്ഥാനം ലാപാസ്, ബെലാറസിൻ്റെ തലസ്ഥാനം മിൻസ്ക്, ബംഗ്ലാദേശ് ധാക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, സരയവോ, ബൾഗേറിയ, സോഫിയ, ബുർക്കിന ഫാസോ, ഔഗഡോഗു, ബഹ്റൈൻ, മനാമ, ഭൂട്ടാൻ, തിമ്പു, ബുറുണ്ടിയുടെ തലസ്ഥാനം ബുജുംബുറ, ചൈന, ബെയ്ജിംഗ്, ചിലി, സാന്റിയാഗോ, ചെക്ക് റിപ്പബ്ലിക്, പ്രാഗ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കിൻസാസ, ഡെൻമാർക്ക്, കോപ്പൻഹേഗൻ, ഈജിപ്ത്, കെയ്റോ, ഇറ്റലി, റോം, ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ലണ്ടൻ, ഇക്വഡോർ, ക്വിറ്റോ, ഇസ്രായേൽ, ജെറുസലേം, ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ്, ഇന്തോനേഷ്യ, ജക്കാർത്ത, ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ, ഐവറി കോസ്റ്റ്, യാമുസുക്രോ, എത്യോപ്യയുടെ തലസ്ഥാനം ആഡിസ് അബാബ, എറിത്രിയയുടെ തലസ്ഥാനം അസ്മാറ, എസ്റ്റോണിയ, ടാലിൻ, ഫിൻലാൻഡിൻ്റെ തലസ്ഥാനം ഹെൽസിങ്കി, ഫ്രാൻസ്, പാരീസ്, ഫിജിയുടെ തലസ്ഥാനം സുവ, ജപ്പാൻ, ടോക്കിയോ, ജോർദാൻ, അമാൻ, ജമൈക്കയുടെ തലസ്ഥാനം കിങ്സ്റ്റൺ, ജർമ്മനി, ബെർലിൻ, ജോർജിയയുടെ തലസ്ഥാനം ടിബിലിസി, ഹംഗറി, ബുഡാപെസ്റ്റ്, ഹോങ്കോങ്ങിൻ്റെ തലസ്ഥാനം വിക്ടോറിയ, ഗ്രീസ്, ഏതൻസ്, ഗാബോൺ, ലിബ്രവില്ല, ഗിനിയ, കൊനാക്രി, ഗിനിയ ബിസാവുവിൻ്റെ തലസ്ഥാനം ബിസാവു. അപ്പോൾ നമുക്കിനി പുതിയ ഒരു 5 കൂടെ പഠിക്കാം. ഗാംബിയയുടെ തലസ്ഥാനം ബാൻജുൽ, ഖാന,
അക്ര. ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനം റെയ്ക്ജാവിക്. ലെബനൻ്റെ തലസ്ഥാനം ബെയ്റൂട്ട്. ലിബിയ ട്രിപ്പോളി. റിപ്പീറ്റ് ചെയ്യുന്നു. ഗാംബിയ ബാൻജുൽ. ഘാനയുടെ തലസ്ഥാനം അക്ര. ഐസ്ലാൻഡ് റെയ്ക്ജാവിക്. ലെബനൻ ബെയ്റൂട്ട്. ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളി. റിപ്പീറ്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ പറയുക. ഗാംബിയ ബാൻജുൽ. ഘാന അക്ര. ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനം റെയ്ക്ജാവിക്. ലെബനൻ ബെയ്റൂട്ട്. ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളി. റിപ്പീറ്റ് ചെയ്യുന്നു. ഗാംബിയ ബാൻജുൽ. ഘാന അക്ര. ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനം റെയ്ക്ജാവിക്. ലെബനൻ ബെയ്റൂട്ട്. ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളി. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞിത്രയെന്ന് കാണാൻ പറയുന്നു. ഗാംബിയയുടെ തലസ്ഥാനം ബാൻജുൽ. ഘാന അക്ര. ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനം റെയ്ക്ജാവിക്. ലെബനൻ ബെയ്റൂട്ട്. ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും പഠിച്ചത് വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നുള്ള ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി.